സ്മൃതി മുദ്രകളിലേക്ക് സ്വാഗതം. ജീവിതത്തിൻ്റെ ഒട്ടേറെ ബുദ്ധിമുട്ടുകളും യാതനകളും അനുഭവിച്ച് സ്വന്തം അധ്വാനത്തിലൂടെ ഉന്നത പദവിയിലെത്തിയ ഒരു ചരിത്രം അവകാശപ്പെടാൻ കഴിയുന്നതാണ് ഡോക്ടർ രാധാകൃഷ്ണൻ്റെ ജീവിതം. വല്ലായ്മകളിൽ പകച്ചു നിൽക്കാതെ ഓരോ എതിർപ്പുകളും വിജയത്തിൻ്റെ സോപാനമാക്കി മാറ്റിയ ഒരു കവിതാ സഞ്ചാരം ഇദ്ദേഹത്തെ സർവകലാശാല വൈസ് ചാൻസലർ, PSC ചെയർമാൻ എന്നിങ്ങനെ വലിയ വലിയ ഉയർന്ന പീഠങ്ങളിലിരുത്തി. അപ്പോഴും അദ്ദേഹം വന്ന വഴി മറക്കാതെ മുന്നേറുകയായിരുന്നു. ജീവിതം നമുക്കൊരു മാതൃകയാക്കിയ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ രാധാകൃഷ്ണനെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി സ്മൃതി മുദ്രകളിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ. സാറിൻ്റെ ഏറ്റവും പഴയ കാലത്തെ ഓർമ്മകളിൽ നിന്ന് തുടങ്ങാം. ജനിച്ചത് എവിടെയാണ്? ജനിച്ചത് ചെറായിലാണ്. ചെറായി സഹോദരൻ അയ്യപ്പനെ കേട്ടിരിക്കുമല്ലോ. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ തൊട്ട അയൽക്കാരാണ് ഞങ്ങൾ. ഒരു തോടുണ്ട്, അതിൻ്റെ പേര് ചക്കരത്തോട് എന്നാണ്. അതിൻ്റെ ആ തോടിൻ്റെ അപ്പുറത്ത് അയ്യപ്പ മാഷ്ട വീട്, ഇപ്പുറത്ത് ഞങ്ങളുടെ വീടാണ്. പക്ഷേ ഞാൻ ജനിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ കുടിയേറ്റക്കാരായിട്ട് എറണാകുളം മുളവുകാടിൻ്റെ പ്രദേശത്ത് അന്ന് കുറേയേറിയ തുരുത്തുകളുണ്ട്. അതിലൊരു തുരുത്തിലേക്ക് കുടിയേറി പാർത്തു. കുടിയേറി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അന്നത്തെ ഒരു കാലം അങ്ങനെയാണ്. കാരണം ഈ തൊഴിലില്ലാത്ത 10-60 കൊല്ലം മുമ്പുള്ളൊരു സംഭവമല്ലേ. അപ്പോൾ അന്ന് തൊഴിൽ തേടി വരുന്നവരെല്ലാം എറണാകുളം നഗരത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നൊരു കാലത്ത് തൊഴിൽ തേടി അവിടെ വന്ന് പെട്ടതാണ്. എൻ്റെ അച്ഛൻ ഒരു വെളിച്ചപ്പാടായിരുന്നേ. അപ്പോൾ പിന്നെ അപ്പൂപ്പൻ വിഷവൈദ്യനുമായിരുന്നു. വിഷവൈദ്യൻ എന്ന് പറഞ്ഞാൽ കൊച്ചി തമ്പുരാൻ എന്ന് പറഞ്ഞൊരു ഒരു വിഷവൈദ്യ തമ്പുരാൻ ഉണ്ടായിരുന്നു കൊച്ചി രാജവംശത്തിൽ. അപ്പോൾ അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാനാജാതിയിൽ മതസ്ഥരെയും വിളിച്ചിട്ട് അദ്ദേഹം വിഷവൈദ്യം പഠിപ്പിച്ചു. കാരണം അന്ന് ഈ വിഷം തീണ്ടിയ ആളുകൾ മരിക്കുന്നത് സർവ്വസാധാരണമായതുകൊണ്ട് അതിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തുന്ന പ്രജാരക്ഷ അന്ന് വലിയൊരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. അപ്പോൾ ഈ പ്രജാതൽപരരായതുകൊണ്ട് തന്നെ ഇവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാനാജാതിയിൽപ്പെട്ടവരെയൊക്കെ വിളിച്ചിട്ട് അവരെ വിഷവൈദ്യം പഠിപ്പിച്ചിട്ട് വിട്ടു. പക്ഷേ അപ്പോൾ 2 വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിലാണ് വിടുന്നത്. ഒന്ന്, വിഷവൈദ്യൻ സദാ ഉണർന്ന് വീട്ടിലെപ്പോഴും ഉണർന്നിരിക്കണം. 2, ഈ ചികിത്സയ്ക്ക് കാശ് വാങ്ങിക്കാനും പാടില്ല. പക്ഷെ അതിന് പകരമായിട്ട് കരമൊഴിവായിട്ട് ഈ ഭൂമി കൊടുത്തിരുന്നു ജീവിക്കാനായിട്ട്. അങ്ങനെയാണ് അതിൻ്റെ ഒരു സംഗതി. അപ്പോൾ അപ്പൂപ്പൻ എന്ന് പറഞ്ഞാൽ വിഷവൈദ്യത്തോടൊപ്പം എൻ്റെ അപ്പൂപ്പൻ ഈ വസൂരി ചികിത്സയും അഭ്യസിച്ചിരുന്നു. അപ്പോൾ അച്ഛൻ ആ പാരമ്പര്യത്തിൽ വന്നിട്ട് ഞങ്ങൾക്കൊരു സ്വന്തം ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിലെ വെളിച്ചപ്പാടായിരുന്നു. പക്ഷേ ഇത് 47 ആയതോടുകൂടി ഇതെല്ലാം പോയി. നിയമങ്ങൾ മാറി, ചട്ടങ്ങൾ മാറി, സംവിധാനങ്ങൾ മാറി. അത്തരം അവസ്ഥയിലാണ് എൻ്റെ ജനനത്തോടു കൂടി ഞങ്ങളിങ്ങനെ ഈ ഒരു തുരുത്തിലേക്ക് തൊഴിൽ തേടി വന്ന ഒരു പരദേശികളാണ് ഞങ്ങളെന്ന് പറയാം. മൂത്ത ആളാണോ? അല്ലല്ല, എൻ്റെ ചേട്ടനുണ്ടായിരുന്നു. ഞങ്ങൾ 9 മക്കളായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ 3 പേരൊഴികെ ബാക്കി 6 പേരും മരിച്ചുപോയി ചെറുപ്പത്തിലേക്ക് തന്നെ. സ്കൂൾ എവിടെയായിരുന്നു? സ്കൂള് പ്രൈമറി സ്കൂൾ മുളവുകാട്. അതെങ്ങനെയാണ് ഈ സ്കൂളിനെ ഓർത്തെടുക്കുമ്പോൾ എങ്ങനെയാണ്? പിന്നെ ആ സ്കൂളിൽ ഞങ്ങൾ ആദ്യം ഇരുന്ന് പഠിച്ചത് നിലത്താണ്. 4ാം ക്ലാസ് വരെ ഞങ്ങൾ ബെഞ്ചിൽ ഇരുന്നിട്ടില്ല. ക്ലാസ് ടീച്ചർ എന്ന് പറഞ്ഞാൽ രവീന്ദ്രനാഥൻ പിള്ളയായിരുന്നു. കൊല്ലത്തു നിന്ന് വന്നിരുന്നൊരു മാഷാണ്. അവിടെ മാഷ്കരിക്കാൻ ഒരു സ്റ്റൂളും ഒരു ചെറിയ ഒരു മേശ എന്നൊക്കെ അതിനെ വിശേഷിപ്പിക്കുന്നത് ഒരു അതിര് കടന്ന പരിപാടിയാണ്. അങ്ങനൊരു സാധനം ഉണ്ടായിരുന്നു. ഇപ്പോൾ എറണാകുളം നഗരത്തിൽ അത് കഴിഞ്ഞിട്ട് ഞാൻ 8ാം ക്ലാസ്സിൽ വെച്ച് എറണാകുളം നഗരത്തിലേക്ക് വന്നതാണ്. ഉപരിവിദ്യാഭ്യാസ നഗരത്തിൽ വന്നു എന്ന് പറയാം. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് നടന്ന് വന്ന് ബോൾഗാട്ടിയിൽ വന്ന് അവിടെ നിന്ന് ഒരു സൗജന്യമായിട്ട് ബോട്ടുണ്ട്, KSRTC. ആ ബോട്ടിന് ഒരു ചങ്ങാടമൊക്കെ ഉണ്ട്. അതിൻ്റെ കൂടെ ഒരു സാമുവൽ എന്ന് പറഞ്ഞൊരു ബോട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ വലിയൊരു ചങ്ങാടം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ചങ്ങാടത്തിലാണ് ഞങ്ങൾ വിദ്യാർത്ഥികളൊക്കെ നിൽക്കുക. പ്രായമായിട്ടുള്ളവർ ബോട്ടിനകത്ത് കയറിയിരിക്കും. വിദ്യാർത്ഥികൾക്കൊന്നും അങ്ങ് ചെല്ലാറില്ല. ഞങ്ങൾ ഇതിനകത്ത് നിൽക്കും. അത് മൻമോഹൻ ബംഗ്ലാവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ഹൈക്കോർട്ട് അവിടെയാണ്. ആ ഹൈക്കോർട്ട് തൊട്ടടുത്താണ് ജെട്ടി. അവിടെ വന്നിറങ്ങും. അവിടെ വന്നിറങ്ങിയിട്ട് പിന്നെ എല്ലാവരും നടന്നിട്ടാണ് വിവിധ വിദ്യാലയങ്ങളിലേക്ക് പോകുന്നത്. അങ്ങനെ നടന്നു പോകുമ്പോൾ എനിക്ക് പോകേണ്ടത് മുനവറുൽ ഇസ്ലാം ഹൈസ്കൂൾ എന്ന് പറഞ്ഞ ഒരു സ്കൂളാണ്. അത് അവിടുത്തെ AS ബാവ എന്നൊക്കെ പറയുന്ന വളരെ പ്രസിദ്ധമായ തറവാടികളായ പരമമാന്യന്മാരായ മാനേജ്മെൻറ്റ് സ്ഥാപിച്ച് നടത്തിയതാണ്.
ഇത് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞിട്ട് മാരേജ് കോളേജിൽ അഡ്മിഷൻ കിട്ടുന്നു. മാരേജ് കോളേജിൽ പഠിക്കുക എന്നുള്ളത് ഏതാണ്ട് മാരേജ് കോളേജിൽ അഡ്മിഷൻ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഓക്സ്ഫോർഡിൽ അഡ്മിഷൻ കിട്ടിയെന്നൊക്കെ പറയുന്ന ഒരു അന്തരീക്ഷമാണ് അക്കാലത്തുള്ളത്. അപ്പോൾ ഞങ്ങൾ അവിടെ പ്രീ ഡിഗ്രിക്ക് പോയിരുന്ന് പ്രൊഫസർ KX ജോൺ എന്ന് പറയുന്ന മാത്തമാറ്റിക്സിലെ പ്രൊഫസറാണ്. ഫുൾ സ്യൂട്ടിലേ വരുള്ളൂ. അപ്പോൾ ജോൺ സാറ് വരുമ്പോഴേക്കും കുഞ്ഞപ്പൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ദഫേദാറുണ്ട്. ഒരു 6 അടി പൊക്കവും ഇതൊക്കെ ഇട്ട് ഇങ്ങനെ മുമ്പിൽ നടക്കും. അപ്പോൾ കുഞ്ഞപ്പനാൽ അനുധാവനം ചെയ്യപ്പെട്ട് പ്രിൻസിപ്പൽ വരുന്നു. ഞങ്ങൾ 450 വിദ്യാർത്ഥികൾ ഇടുക്കി, കോട്ടയം, തൃശ്ശൂർ, ആലപ്പുഴ, എറണാകുളം ഈ ജില്ലകളിലുള്ളവരാണ് ആ വിദ്യാർത്ഥികൾ. ഇത്രയും പേരിരിക്കുന്നു. ആർക്കും പരസ്പരം പരിചയമുള്ളവരില്ല. അങ്ങനെ ഇരുന്ന് അപ്പോഴാണ് ഇദ്ദേഹം വരുന്നത്. ഇദ്ദേഹം വന്നിട്ട് ഇൻ മഹാരാജാസ് സ്റ്റുഡൻസ് അഡ്മിറ്റ് ദംസെൽവ്സ് ആൻഡ് ഇൻ മഹാരാജാസ് സ്റ്റുഡൻസ് സിലക്ട് ദെയർ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞൊരു പ്രസംഗം തുടങ്ങിയാണ് മഹാരാജാസ് കോളേജിൻ്റെ ഗ്രേറ്റ്നെസ്സിനെ കുറിച്ച്. ആദ്യമായിട്ടാണ് 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ഇംഗ്ലീഷ് പ്രസംഗം കേൾക്കുന്നത്. സത്യം പറയാം, വരണ്ടു പോയി. എന്താ കാര്യം എന്ന് വെച്ചാൽ കാര്യമായിട്ടൊന്നും മനസ്സിലായില്ല. അപ്പം ഞാൻ ദൈവമേ ഇത് അബദ്ധമായല്ലോ, ഇങ്ങനെയാണെങ്കിൽ എൻ്റെ കാര്യം പോക്കായിരിക്കുമല്ലോ എന്ന് കരുതി ഇങ്ങനെ വളരെ പ്രയാസപ്പെട്ട് ഇങ്ങനെ തിരിഞ്ഞ് ഇപ്പുറത്തിരുന്നവനെ ഞാൻ നോക്കിയപ്പോൾ അവൻ എന്നേക്കാൾ ടെൻഷനിലാണ്. അപ്പം ഞാൻ ചോദിച്ച് എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പോൾ അവൻ വളരെ ആശ്വാസത്തോടുകൂടി പറഞ്ഞ് അവനും. അപ്പോൾ സന്തോഷമായി, കാരണം ഒരാൾ കൂടി ഉണ്ടല്ലോ. പിന്നീടാണ് മനസ്സിലായത് അല്ല, ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചു വന്നിട്ടുള്ള കുറേ പേർക്ക് ഞങ്ങൾ ഇംഗ്ലീഷ് അറിയാനില്ല, പക്ഷേ ഞങ്ങളിത് പരിചയമില്ല. പക്ഷേ 15 ദിവസം കഴിഞ്ഞപ്പോഴേക്കും അന്ന് മാരേജ് കോളേജിൽ മലയാളം വരെ പഠിപ്പിച്ചിരുന്നത് ഇംഗ്ലീഷ് മീഡിയത്തിലാണ്. നിങ്ങൾക്ക് ആ കോളേജിൽ കൂടി നടന്നു കഴിഞ്ഞാലേ മലയാളം ക്ലാസ്സുകളിലല്ലാത്ത ഒരു ക്ലാസ്സിലും മലയാളം കേൾക്കാൻ പറ്റില്ല. ബാക്കിയെല്ലാം അധ്യയന മാധ്യമം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷാണ്. ആ ഇംഗ്ലീഷിലേ പഠിപ്പിക്കുകയുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് വലിയൊരു ആത്മവിശ്വാസം പകർന്നു തന്ന സ്ഥാപനമാണ് മാരേജ് കോളേജ്. നമുക്ക് വീണ്ടും തിരിച്ച് സ്കൂളിലേക്ക് തന്നെ പോവാം. പക്ഷെ അതിനു മുമ്പ് ഒരു പാട്ട് കേൾക്കാം അല്ലേ? ഒരു പാട്ട് കേൾക്കാം. അതിനു മുമ്പ് ഈ സിനിമയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ആദ്യം കണ്ട ഒരു സിനിമ കണ്ണും കരളും. അപ്പോൾ ഈ കണ്ണും കരളും കാണാനൊരു കാരണമുണ്ട്. ഞങ്ങൾ എറണാകുളത്തുള്ള എല്ലാവരും തന്നെ കണ്ണും കരളും ആ കാലത്ത് കണ്ടു. കാരണം അതിൻ്റെ കുറേ ഭാഗങ്ങൾ എറണാകുളത്താണ് ഷൂട്ട് ചെയ്തത് എന്ന് മാത്രവുമല്ല, അതിൽ ചന്തപ്പാലം എന്ന് ഞങ്ങൾ പറയുന്ന സ്ഥലം ഷൺമുഖം റോഡിൽ നിന്ന് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ പഴയ ഷൺമുഖം റോഡ്, ആ ചന്തപ്പാലത്തിൻ്റെ അവിടെ വെച്ചാണ് ഇതിൻ്റെ കുറേ ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തേക്കണം. അപ്പോൾ അന്ന് ഈ എറണാകുളത്തുള്ളവർ ഈ സിനിമ കാണാൻ പോയത് ഈ ചന്തപ്പാലം നമ്മൾ കാണുന്ന രീതിയിൽ തന്നെയാണോ സിനിമയിൽ വന്നേക്കണതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അന്ന് ഈ പാട്ടെന്ന് പറയണത് ഇന്നത്തെ രീതിയിൽ ഈ പാട്ട് കേൾക്കാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല. ഞങ്ങൾ പാട്ട് കേൾക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കല്യാണങ്ങൾ നടക്കുന്ന സമയത്ത് ഞങ്ങളതിനെ പറഞ്ഞിരുന്നത് തെങ്ങേപ്പാട്ടെന്നാണ്. എന്നുവെച്ചാൽ കല്യാണം ഒരു വീട്ടിലുണ്ടെന്ന്. അന്ന് ഇന്നത്തെ രീതിയിൽ വലിയ കോളാമ്പി മൈക്ക് 4 ദിശകളിലേക്ക് 4 തെങ്ങിലങ്ങ് കെട്ടിവെക്കും. അത് വളരെ ആഘോഷപൂർവ്വമാണ്. ഈ മൈക്ക് സെറ്റുകാരൻ ഇങ്ങോട്ട് വരുന്നുണ്ട്, ശബ്ദവും വെളിച്ചവും എന്ന് പറഞ്ഞിട്ടാണ് അവൻ്റെ വരവ്. അവൻ വന്നിങ്ങനെ ഇരുന്നിട്ട് ഈ പെട്ടി ഇങ്ങനെ വെച്ച് ഇതിങ്ങനെ വെച്ചിട്ട് ഇതിനകത്ത് റെക്കോർഡ് വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പാട്ട് കേൾക്കണം എന്നുണ്ടെങ്കിൽ അവനെ മണിയടിക്കണം. വെച്ച് കഴിഞ്ഞാൽ അവൻ ആദ്യം വെച്ച് കഴിഞ്ഞാൽ പറയും ചേട്ടാ ആ പാട്ട് ഒന്നും കൂടി കേൾക്കണം എന്ന് പറയും. എന്നെ ഏറ്റവും അന്നും ഇന്നും ആകർഷിച്ചിട്ടുള്ള എവർ ടൈം ഹിറ്റ് എന്ന് പറയുന്നത് ഞാൻ കരുതുന്നൊരു പാട്ടുണ്ട്. അത് ആത്മവിദ്യാലയമേ എന്ന പാട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ പാട്ടിലേക്ക് പോകാം.
അവനിലാത്മവിദ്യാലയമേ. അഴിനിലയില്ല ജീവിതമില്ല, അഴിനിലയില്ല ജീവിതമില്ല. ആറടി മണ്ണിൽ നീറിയൊടും, ആറടി മണ്ണിൽ നീറിയൊടും ആത്മവിദ്യാലയമേ. തിലകം ചാർത്തി ചീകിയുമഴകാൻ പല നാൾ പോറ്റിയ പുണ്യശിരസേ. തിലകം ചാർത്തി ചീകിയുമഴകാൻ പല നാൾ പോറ്റിയ പുണ്യശിരസേ. ഉലകം വെല്ലാൻ ഉഴറിയ നീയോ, വിലപിടിയാത്തൊരു തലയോടായി. ഉലകം വെല്ലാൻ ഉഴറിയ നീയോ, വിലപിടിയാത്തൊരു തലയോടായി. ആത്മവിദ്യാലയമേ, ആത്മവിദ്യാലയമേ, അവനിലാത്മവിദ്യാലയമേ.